ഹലോ മക്കളെ, അപ്പോൾ നാളെ നമ്മുടെ പരീക്ഷയാണ് അല്ലേ. ഇന്ന് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ് ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് സേ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ആ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൽ നിന്നും പിന്നെ എന്തൊക്കെ ചോദിക്കാം ആ ചാപ്റ്ററിൽ നിന്നും എന്നുള്ളതും കൂടെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതാ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ നോട്ട്സ് ഉണ്ട്, അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നോട്ട്സ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ്. അപ്പം മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേര് ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് ജസ്റ്റ് പാസ്സാവാനുള്ള മാർക്ക് കിട്ടുക എന്നുള്ളത്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്, ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്, ആദ്യത്തെ 4 ചാപ്റ്റേഴ്സും പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതുപോലെ റേ ഓപ്റ്റിക്സ്, ഈ 6 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ മാർക്സ് വെയിറ്റേജ് ഉള്ളത് ഈ 6 ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ 6 ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ടൊക്കെ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ അടുത്തായിട്ട് സേയുടെ എക്സാംസിന് കൊടുത്ത വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ആ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിൽ നിന്നും കഴിഞ്ഞ സേ എക്സാംസിന്, അതായത് 2020 മുതലുള്ള സേ എക്സാംസിന് ചോദിച്ച എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ അത് മാത്രമല്ല, ഈ 4 ചാപ്റ്റേഴ്സിന് അല്ലാതെ പഠിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും അതൊന്നും കൂടെ പറയാം. ഓക്കെ, പിന്നെ 2023 സേ എക്സാമിനേഷൻ്റെ ആൻസർ കീ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ 2020 സേ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. എക്സ്പ്ലെയിൻ വൈ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഇമാജിനറി ലൈൻസ് അല്ലേ, ദാറ്റ് ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവിൽ എൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല, ദേ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അതായത് പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ എൻഡ് ചെയ്യുക, തിരിച്ച് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വരത്തില്ല. ഓക്കെ, രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദേ നെവർ ക്രോസ് ഈച്ച് അതർ, അല്ലെങ്കിൽ ദേ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഒരുപാട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ വരച്ചാലും ഒരിക്കലും ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരത്തില്ല. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിന്റിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കർവിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് വരച്ചിട്ട് അവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവരിപ്പോൾ 2 പേര് ഇൻ്റർസെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? കാരണം ഇവിടെ നമ്മൾ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ഇങ്ങോട്ടും ടാൻജൻറ്റ് വരും, ഇങ്ങോട്ടും ടാൻജൻറ്റ് വരും അല്ലേ. അപ്പോൾ ഒരേ സമയത്ത് 2 ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദേ നെവർ ക്രോസ് ഈച്ച് അതർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ദേ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്, ദേ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. മൂന്നാമത്തത് എന്താണ്? ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ gives the direction of electric field. നാലാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, they never intersect each other. അവർ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ 2 ഡയറക്ഷൻസ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡിന്, അതൊരിക്കലും സാധ്യമല്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 6ാമത്തെ ചോദ്യം, അതായത് 2ാമത്തെ ചോദ്യം 2020 സെയിൽ ചോദിച്ചത്, പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ ഇസ് ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 3 × 10⁻⁷ coulomb. Estimate the number of electrons transferred and from which to which. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നെഗറ്റീവ് ചാർജ്, അതായത് ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 × 10⁻⁷ coulomb എന്നല്ലേ.
നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. അപ്പോൾ കണ്ടോ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സും കൂടെ മിസ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ബോഡിയുടെയും ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ആ ബോഡിയിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് മനസ്സിലാക്കുക. ഓക്കെ, Q is equal to N into E. അതായത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജും നമുക്ക് അറിഞ്ഞാൽ മതി. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁹ കുളുംബാണ്. അപ്പം നമുക്കിവിടെ Q തന്നിട്ടുണ്ട്, N ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് N അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. N is equal to എന്താണ് വരിക? Q/E ആണ്. Qൻ്റെ വാല്യൂ 3 × 10⁻⁷ ആണ്, ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ എത്രയാ? 1.6 × 10⁻⁹ അല്ലേ. 3 ഡിവൈഡ് ബൈ 1.6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1.877 × 10⁻12 ആണ് നമ്മുടെ എന്നിൻ്റെ വാല്യൂ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 1.9 എന്നൊക്കെ എഴുതാം. പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ കാൽക്കുലേറ്ററിൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതങ്ങോട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈസ് ദെയർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ. എന്താണ്? ഒരു പോളിത്തീൻ പീസ് നമ്മൾ വൂളുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ട്രാൻസ്ഫർ ഓഫ് മാസ് നടക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ. ഓക്കെ, യെസ്, അതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ്, നമ്മുടെ 2021 സേ എക്സാമിനേഷൻ നടന്നിട്ടില്ലയോ എന്നൊരു സംശയമുണ്ട്. 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കാണുന്നില്ല. കാരണം ആ കോവിഡ് കഴിഞ്ഞ വർഷമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അല്ലേ. ഓക്കെ, ഇനി 2022 സേ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. An electric dipole is placed in a uniform electric field. The net resultant force acting on the dipole is. നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ, അതായത് നമ്മളൊരു ഇലക്ട്രിക് ഡൈപോളിനെ എടുത്തിട്ട് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ എടുത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഗോസസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്തായിരിക്കണം? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് E.ds ഇസ് ഈക്വൽ ടു 1/ε0 × Q ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നെറ്റ് ചാർജ് എന്താണെന്ന് നോക്കിക്കേ, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നെറ്റ് ചാർജ് എന്തായി പോകും? ക്യാൻസലായിട്ട് 0 ആയി പോകും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? റൈറ്റ് സൈഡ് 0 കിട്ടും. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ കിട്ടിയേ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0. അതല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ദ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ ഇസ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആയി കഴിയുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സും എന്തായി പോവും? നെറ്റ് ഫോഴ്സ് ഓൾസോ വിൽ ബി ഈക്വൽ ടു 0. കാരണം F is equal to F is equal to Q into E. E 0 ആയി പോയില്ലേ? E 0 ആയി പോകുമ്പോൾ ഫോഴ്സും എന്തായി പോകുന്നുണ്ട്? 0 ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയും ചോദിക്കാം. സ്റ്റേറ്റ് ദ ഗോസസ് തിയറം ഫോർ ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, പ്ലേസ് ഇൻസൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നെറ്റ് ചാർജ് 0 ആണ്. നെറ്റ് ചാർജ് 0 ആയതുകൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതാണ് ഗോസസ് തിയറം. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമ്മളിപ്പോൾ ചെയ്തൊരു പ്രോബ്ലം ഇല്ലേ, Q = NE എന്നൊക്കെ പറഞ്ഞ് ചെയ്തില്ലേ, അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഇസ് ഈക്വൽ ടു എന്താണ്? N × E, അതായത് ഇൻ്റഗ്രൽ നമ്പർ ഓഫ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. ഇൻ്റഗ്രൽ നമ്പർ എന്ന് പറഞ്ഞാൽ N ആണ്. അതാണ് എന്താ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് +or-E. അതായത് പ്രോട്ടോൺസ് ആണെങ്കിൽ പ്ലസും ഇലക്ട്രോൺസ് ആണെങ്കിൽ മൈനസും. അതാണ് +or-E എന്ന് പറയുന്നത്. അപ്പോൾ Q is equal to +or-N × E എന്നാണ് കൊടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഇതൊക്കെ പ്രോബ്ലം ടൈപ്പാണ്. ഫോഴ്സ് ബിറ്റ്വീൻ, ഇപ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു ന്യൂമറിക്കൽസിൻ്റെ പാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് തന്നെ ന്യൂമറിക്കൽസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഫോഴ്സ് ബിറ്റ്വീൻ 2 ഇലക്ട്രിക് ചാർജസ് ഇസ് 10 Newton when placed in free space. 2 ഇലക്ട്രിക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 Newton എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ഫോഴ്സ് റെഡ്യൂസസ് ടു 5 Newton വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിലേക്ക് വെച്ചപ്പോൾ അത് 5 Newton ആയിട്ട് കുറഞ്ഞു. എൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നുണ്ട്. അപ്പോൾ Kയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻ എ വാക്വം ഓർ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ എ മീഡിയം ആണ്.
ഫോഴ്സ് ഇൻ വാക്വം ഓർ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ എ മീഡിയം. അതാണ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ എത്ര വന്നിട്ടുണ്ട് 10 ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം 5. അപ്പോൾ എത്രയാണ് വാല്യൂ? 2. കോൺസ്റ്റൻ്റ് ആണ്, ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്, അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. കെയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഫോഴ്സ് ഇൻ വാക്വം ഓർ ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ എന്താണ്? മീഡിയം. ഓക്കെ, മീഡിയം ഏത് മീഡിയം ആയിക്കോട്ടെ. യെസ്, അപ്പോൾ അതാണ് സംഭവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A small charge Q is placed inside a closed surface. What is the flux through the surface? എന്താണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1/ε0 into Q. അതായത് നമ്മുടെ ഗോസസ് തിയറം അത്രയേ ഉള്ളൂ എഴുതാനായിട്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് വാട്ട് ഇസ് ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് നമ്മളതിന് ആൻസർ എഴുതില്ല. അപ്പോൾ ഇതാണ് ആൻസർ. ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 into Q ആണ്. നെക്സ്റ്റ്, നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ വിച്ച് ഇസ് യൂസ് ടു ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ്. ഏതാണ്? നെയിം ആൻഡ് സ്റ്റേറ്റ് കേട്ടോ. അപ്പം നെയിം ചെയ്താൽ മാത്രം പോരാ, അത് സ്റ്റേറ്റ് ചെയ്യും കൂടെ വേണം. നമ്മൾ തിരക്കിൽ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നതൊന്നും എഴുതിയിരിക്കുന്നതൊന്നും കാണത്തില്ല, അതിനുള്ള മാർക്കും കിട്ടില്ല. സോ ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. നെയിം ദ ലോ എന്ന് പറഞ്ഞാൽ ഏതാണ് ലോ? ഗോസസ് തിയറം അല്ലേ? ഗോസസ് തിയറം സ്റ്റേറ്റ് ചെയ്തേ. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഫൈ ഇസ് ഈക്വൽ ടു, ഫൈ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ വെക്ടർ ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എസിൻ്റെ ക്ലോസ്ഡ് ഇന്റഗ്രൽ നമ്മളിങ്ങനെ വട്ടം കൊടുക്കണം. ഇതെന്തിന്? ഇത് കാണിക്കുന്നത് ഫ്ലക്സിൻ്റെ സിമ്പലാണ്, ഫൈ ആണിത്. ഇതെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് കാണിക്കാൻ, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിരിക്കുക. ഇത് രണ്ടും ഒന്നല്ല കേട്ടോ. ഓക്കെ, ഈക്വൽസ് എന്താ എഴുതുക? Q/ε0. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ദ എബോവ് ലോ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡിസ്റ്റന്റ് ആർ ഫ്രം ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. മിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോസസ് തിയറം സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ 3 ആപ്ലിക്കേഷൻസും നിർബന്ധമായിട്ട് പഠിക്കണം എന്നുള്ളത്. ഇപ്പം നമ്മളിതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. എന്താണ്? ഒരു ലോങ് സ്ട്രേറ്റ് വയർ. ഈ ലോങ് സ്ട്രേറ്റ് വയറിലൂടെ കറണ്ട് ലോങ് സ്ട്രേറ്റ് വയറിൽ ഫുള്ള് എന്തുണ്ട്? ചാർജസ് ഉണ്ട്. ഈ ചാർജസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് R എന്ന് എടുക്കാം. അപ്പോൾ ഈ പോയിന്റാണ് P. ഈ Pയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഡ്യൂ ടു ദിസ് ഫുൾ ചാർജ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പോയിന്റ് സർഫസിൽ വരുന്ന പോലെയുള്ള ഒരു ഗോസിയൻ സർഫസ്, ക്ലോസ്ഡ് സർഫസിൻ്റെ പേരെന്താണ്? ഗോസിയൻ സർഫസ് എന്ന് പറയും. ഗോസിയൻ സർഫസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ചാർജസ് മൊത്തം ആ സർഫസിൻ്റെ ഉള്ളിലേക്ക് വരുകയും വേണം, ഈ പോയിൻ്റ് ആ സർഫസിൻ്റെ പുറത്തായിട്ട് വരുകയും വേണം. ഇങ്ങനെ വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ എങ്ങനത്തെ സർഫസ് എടുക്കുക? ഇതിപ്പോൾ ഒരു ലോങ് സർഫസ് ആണെങ്കിൽ എന്താണ്? നമ്മളൊരു സിലിണ്ടറാണ് കൺസിഡർ ചെയ്യുക അല്ലേ? ഇത് ഫുള്ള് കവർ ചെയ്യുന്ന ഒരു സിലിണ്ടറാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത്ത് L ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് Pയിൽ ഈ ചാർജസ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? ഏത് പോയിന്റിലാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് അസ്യൂം ചെയ്യുക അവിടെ ഒരു +1 കുളും ചാർജ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഈ +1 കുളും ചാർജ് ഈ പോസിറ്റീവ് ചാർജസ് കാരണം എന്ത് സംഭവിക്കും? റിപ്പല് ചെയ്യും. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പോയിന്റിലെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതാ ഇതിങ്ങനെ ഒരു സിലിണ്ടറാണെന്ന് വിചാരിക്കുക. ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിൽ ഇവിടെ ആയിട്ടുള്ള ഏരിയ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അതായത് ഇങ്ങനെ വരണം. കണ്ടോ? ഇങ്ങനെയുള്ളൊരു കേർവ്ഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരണം. എന്ത്? ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വരിക? 0 ആയിരിക്കും വരിക. ഇത്രയും മനസ്സിലായല്ലോ? ഡയഗ്രാം മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? LHS നമ്മുടെ തിയറം എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q എന്ന് എടുക്കാം. പക്ഷെ തീറ്റ എന്താണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു. ഇയും ഡി എസിൻ്റെ ഇടയിലുള്ള തീറ്റ 0 ആണ്. കോസ് 0യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഇസ് ഈക്വൽ ടു Q/ε0. ഇനി ഇവിടെ നമ്മൾ Qനെ വേറെ രീതിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതായത് ഇവിടെ ഒരു ലെങ്ത്ത് ഫുള്ളായിട്ടാണ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നത് Q/L ആണ്. therefore Q is equal to lambda into L ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു λL/ε0 ആണ്. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? E ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ?
ക്ലോസ്ഡ് ഇൻ്റർവൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഗോസിയൻ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പാസ് ചെയ്യുന്ന സർഫസ് ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഫ്ലക്സ് പാസ് ചെയ്യുന്നത് ആകെ ഇതിലൂടെ മാത്രമേ ഫ്ലക്സ് പാസ് ചെയ്യുള്ളൂ. ഈ കേർവ്ഡ് സർഫസിലൂടെ മാത്രമേ ഫ്ലക്സ് പാസ് ചെയ്യുള്ളൂ. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസിലൂടെ ഫ്ലക്സ് പാസ് ചെയ്യില്ല. ഇപ്പോൾ ഒരു സിലിണ്ടറിന് ഇവിടുത്തെ ടോപ്പ് സർഫസ് ഉണ്ട്, ബോട്ടം സർഫസ് ഉണ്ട്, കേർവ്ഡ് സർഫസ് ഉണ്ട് അല്ലേ. പക്ഷെ മേലെ താഴെയും കൂടെ ഫ്ലക്സ് പാസ് ചെയ്യില്ല. കാരണം എന്താണ്? നമ്മൾ മേലെ ഒരു ഏരിയ വെക്ടർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ കോസ് 90യുടെ വാല്യൂ 0 എന്ന് വെച്ചാൽ ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും ഫ്ലക്സ് ഇല്ല, കേർവ്ഡ് സർഫസിൽ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, കുറേ സർക്കിൾസ് ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നത്? കേർവ്ഡ് സർഫസ് എടുക്കുന്നത്, സിലിണ്ടർ കിട്ടുന്നത്. ഒരു സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത്, ഏരിയ അല്ല, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2πr ആണ്. അതുപോലെ ത്രൂ ഔട്ട് എൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൂപ്പിൻ്റെത് 2πr ആണെങ്കിൽ എൽ ലെങ്ത് ഉള്ള ഏരിയൻ്റെത് എന്താ വരിക? 2πr × L എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു λL/ε0. എല്ലും എല്ലും കട്ടായോ? അപ്പോൾ ഈ ഈസ് ഈക്വൽ ടു λ/, ഈ 2πr താഴേക്ക് കൊണ്ടുവന്നേ 2πr/ε0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് വെക്റ്റർ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു യൂണിറ്റ് വെക്റ്ററും കൂടെ കൊടുക്കാം, n ക്യാപ്പ്. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇത് മിസ് ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞതാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 2022 സേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്. 2023 നമ്മുടെ ആൻസർ കീ, കഴിഞ്ഞ കൊല്ലത്തെ സേയുടെ ആൻസർ കീ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ വീണ്ടും ഇത് മാത്രമല്ല ഗോസസ് തിയറത്തിൻ്റെ മറ്റ് 2 ആപ്ലിക്കേഷൻസും കൂടെ പഠിക്കുക. ഏതാണ്? ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെതും അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെതും പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ 2020 സെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ കപ്പാസിറ്റർ ദ എനർജി ഈസ് സ്റ്റോർഡ്. എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. 2 കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് ഞാൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു പഠിക്കുക, ഒരു പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ കിട്ടേണ്ടത്? C is equal to ε0 A/d എന്നുള്ള ഇക്വേഷൻ കിട്ടും. വളരെ സിമ്പിളാണ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ എന്താണ്? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ചാർജ് ബൈ Q/V ആണ് കപ്പാസിറ്റൻസ്. അതിനകത്ത് Qന് പകരം നമ്മൾ സിഗ്മ A എന്നും കൊടുക്കുക. Vക്ക് പകരം കൊടുക്കേണ്ടത് എന്താണ്? E × d എന്നാണ് Vക്ക് പകരം കൊടുക്കേണ്ടത്. E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറഞ്ഞാൽ σ/ε0 ആണ്. 2 കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ σ/ε0 × d ആണ്. ഇതിനകത്ത് സിഗ്മ കട്ടായി ε0 മുകളിലേക്ക് കൊണ്ടുപോവുക, ε0 A/d. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷനാണ്. ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങളുടെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ ആയി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഡയഗ്രാം കൂടെ ഒന്ന് വരയ്ക്കാൻ പഠിക്കണം. അതായത് 2 കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഇങ്ങനെയൊന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഒരു കപ്പാസിറ്ററിൽ പോസിറ്റീവ് പ്ലേറ്റ്സും ഒരെണ്ണത്തിൽ നെഗറ്റീവ് പ്ലേറ്റും. ഇതിനിടയിലുള്ള ചാർജ് ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആണ്. ഇത് വേണമെങ്കിൽ ഒന്ന് എർത്ത് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ഇവർ തമ്മിലുള്ള സെപ്പറേഷനാണ് T. കഴിഞ്ഞു, ഡയഗ്രാം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷൻ കേട്ടോ. ഇതിനൊന്നും മാർക്ക് ഒരു കാരണവശാലും കളയാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? അടുത്തതൊരു പ്രോബ്ലം ആണ്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 പൈക്കോഫാരഡ്. അപ്പോൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരേണ്ട ആവശ്യമില്ല. എന്താണോ ഡാറ്റ തന്നിരിക്കുന്നത്, എന്തൊക്കെ തന്നിരിക്കുന്നു, അതിൻ്റെ സിമ്പിൾ തന്നെ ഉപയോഗിച്ചിട്ട് ആ വാല്യൂ എഴുതുക. കപ്പാസിറ്റർ 2 കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ എയർ ആണ്. അതിൻ്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. C is equal to 8 പൈക്കോഫാരഡാ. പൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻12 ആണ്. ഓക്കെ, മൈക്രോ എന്നാണെങ്കിൽ 10⁻6 ആണ്. മില്ലി എന്നാണെങ്കിൽ 10⁻3 ഫാരഡ് ആണ്.
ഇനി എന്താണ്, വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കി, d/2 ആക്കി. ആൻഡ് സ്പേസ് ബിറ്റ്വീൻ ദം ഇസ് ഫിൽഡ് വിത്ത് എ സബ്സ്റ്റൻസ് ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6. അതായത് ഒരു 6 ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു പ്ലേറ്റ് ഇതിൻ്റെ ഇടയിലേക്ക് വെച്ചു. അപ്പോൾ എന്തായിരിക്കും പുതിയ കപ്പാസിറ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. C' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K×ε0A/d ആണ്. ഓക്കെ, ഏരിയയിൽ മാറ്റമൊന്നുമില്ല. ഇതാണ് നമ്മൾ ഒരു മീഡിയം അതിൻ്റെ ഇടയിൽ വരികയാണെങ്കിലുള്ള കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. K×ε0A/d ആണ്. പക്ഷേ ഇവിടെ d എന്ന് പറയുന്നത് എന്താണ്, d' ആണ് അല്ലേ, പുതിയ ഇതാണ്. അപ്പോൾ K×ε0A ഡിവൈഡഡ് ബൈ d' പകരം നമുക്ക് d/2 എന്ന് കൊടുക്കാം അല്ലേ, d/2. ആ 2 എവിടേക്ക് പോകും, മുകളിലേക്ക് പോകും. ഇനി ഇവിടെ ε0A/d ആണ് തന്നിരിക്കുന്നത് എന്താണെന്ന്, 8 പൈക്കോഫാരഡ് എന്ന് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ε0A/d ആണ് C എന്ന് പറയുന്നത്, അതാണ് 8 എന്ന് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ എത്രയാ, 6. 6 ഇൻറ്റു 8 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു എത്രയാണ്, 2 അല്ലേ. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു 2 16. 16 ഇൻറ്റു 6 എത്രയാണ് വരുന്നത്, 96 ഇൻറ്റു 10⁻⁻12 ഫാരഡ്. അതായത് 96 പൈക്കോഫാരഡ്. ദാറ്റ് ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, അതായത് ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ, ഒന്നും കൂടെ ഇവിടെ എഴുതി കാണിക്കാം. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ε0A/d ആണ്. പക്ഷേ ഇതിനിടയിൽ ഒരു മീഡിയം വരുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് K×ε0d എന്ന് വരും. K എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മീഡിയം ആണോ അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. യെസ്, അടുത്തത് 2020 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 21 ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്തത് സേക്ക്. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് മോഡലിൻ്റെയും ബോർഡിൻ്റെയൊക്കെയാണ്. ഞാനിപ്പോൾ സേ മാത്രം ഡിസ്കസ് ചെയ്യുവാണേ, ഡബിൾ പാസ് എന്നുള്ള രീതിയിൽ. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഒരു സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് എന്താണ്, വർക്ക് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്, നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്, VA മൈനസ് VB ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ് ആണ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അത് 0 അല്ലേ. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്, ദെയർഫോർ വർക്ക് ഇസ് ഈക്വൽ ടു 0. അതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കപ്പാസിറ്റർ ഇസ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. 3 capacitors of equal capacitance when connected in series have a net capacitance C1. When connected in parallel have a net capacitance C2. What will be the ratio C1 by C2? അപ്പോൾ നമ്മുടെ 3 capacitance ഓഫ് ഈക്വൽ കപ്പാസിറ്റൻസ് ആണ്. സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ അവരുടെ വാല്യൂ C1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 ആണ് അല്ലേ. പക്ഷെ ഈക്വൽ കപ്പാസിറ്റൻസ് ആണെങ്കിൽ CS is equal to എന്താ വരിക, C/3 ആണ് വരിക. CS is equal to C/3 ആണ് ഇക്വേഷൻ. അതിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്, C1 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് തന്നിരിക്കുന്നു, C2 ആണ്. പാരലൽ ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ CP = C1 + C2 + C3 ആണ്. പക്ഷേ ഇവരെ പാരലൽ ആയിട്ട് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആയതുകൊണ്ട് N×C എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു C2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് C1ൻ്റെയും C2ൻ്റെയും റേഷ്യോ എത്രയാണ്. അപ്പോൾ C/3 ബൈ എന്താണ്, N×C അല്ലേ, ദാറ്റ് ഈസ് 3C അല്ലേ. C/3 ബൈ 3C ദാറ്റ് ഈസ് ഈക്വൽ ടു C/3 ബൈ 3C എന്ന് പറഞ്ഞാൽ C/3 ഇൻറ്റു 1/3C ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിയും സിയും കട്ടായി 1/9. അപ്പോൾ C1:C2 ഈക്വൽസ് എന്താ കിട്ടുക, 1:9 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ 1/9 ആണ്, ദാറ്റ് ഈസ് 1:9 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, write down the equations for equivalent capacitance when 3 capacitors of capacitance C1, C2 and C3 are connected in series or parallel. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് മാത്രം എഴുതിയാൽ മതി. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 ആണ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ CP is equal to C1 plus C2 plus C3 ആണ്. ഓക്കെ, അതാണ് രണ്ട് ഇക്വേഷൻസ്. ഓക്കെ.
യെസ്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഉള്ളത് 2023 സേ എക്സാമിനേഷൻ്റെ ആൻസർ കീയും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്ര തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടു. പക്ഷേ അതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. 4 പ്രോപ്പർട്ടീസ് പഠിക്കുക. പിന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളിൻ്റെ ഡെറിവേഷൻ. അത് ഒത്തിരി വർഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാം. സോ അത് പഠിക്കുക. പിന്നെന്താണ്, പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ കപ്പാസിറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ അതിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ. ഇത്ര തന്നെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പം ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആയല്ലോ. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്റർ നോക്കാം. ഏതാണ്? കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് കിർച്ചോഫ് ലോസും വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിളുമാണ്. പിന്നെ ആദ്യത്തെ ഭാഗത്തുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി, പിന്നെ ഓംസ് ലോ, ഇതൊക്കെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ 2020 കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും ചോദ്യങ്ങളൊന്നും കാണുന്നില്ല. നേരെ 2022 ചോദ്യമാണ് നോക്കുക. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അപ്ലൈഡ് ടു എ കണ്ടക്ടർ. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഒരു കണ്ടക്ടർ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു ചാർജ് ഇങ്ങനെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഇലക്ട്രോൺസ് റാൻഡം മോഷൻ ആയിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ ചാർജിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, നെഗറ്റീവ് എൻഡിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ ഇലക്ട്രോണും ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് മോഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഓരോ ഇലക്ട്രോണിനും ഓരോ വെലോസിറ്റി ആയിരിക്കും. ഈ എല്ലാ വെലോസിറ്റിയുടെയും കൂടെ ആവറേജ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് the electrons move from the negative end to the positive end of the conductor under the action of the electric field. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VD is equal to EE tau by m ആണ്. ഇവിടെ ഒരു മൈനസ് സൈനും കൊടുക്കാം. സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ 2 അടുത്തടുത്തുള്ള കൊളീഷൻസിൻ്റെ ഇടയിൽ ഉള്ള ഇവർ റിലാക്സ് ചെയ്യുന്ന ടൈം, അതിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. എം ഇസ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. I is equal to NA VD into E. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. I is equal to NA VD into E കേട്ടോ. ആ റിലേഷനും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, ടു അനലൈസ് ഇലക്ട്രിക് സർക്യൂട്ട് കിർച്ചോഫ് റൂൾസ് ആർ വെരി യൂസ്ഫുൾ. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ. അപ്പോൾ കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂളും ഉണ്ട്, കറണ്ട് റൂളും ഉണ്ട്. ലൂപ്പ് റൂൾ എന്ന് കറണ്ട് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുറേ റെസിസ്റ്റേഴ്സ്, അതായത് ഒരു സർക്യൂട്ടിലുണ്ട് എന്ന് വിചാരിക്കുക. ചില സ്ഥലത്തേക്ക് കറണ്ട് വരുന്നു, ചിലയിടത്തു നിന്ന് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിൽ എന്താണ്? നെറ്റ് കറണ്ട് സം ഓഫ് ദ കറണ്ട് അറ്റ് ദ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0. അതായത് എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ആ ജംഗ്ഷനിലേക്ക് വരുന്നോ അത്ര തന്നെ എമൗണ്ട് ഓഫ് കറണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഒരിക്കലും ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ കറണ്ട് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കില്ല. അതാണ് കിർച്ചോഫ് കറണ്ട് റൂൾ എന്ന് പറയുന്നത്. അതിനെ പോയിന്റ് റൂൾ എന്നോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്നോ പറയാം. കിർച്ചോഫ് വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് EMFs ഇൻ ദ സർക്യൂട്ട്, അതായത് ഒരുപാട് സെല്ലുകളും ഒരുപാട് റെസിസ്റ്റേഴ്സും ഉള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ എല്ലാ EMFിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു സം ഓഫ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ I ഇൻറ്റു R ആയിരിക്കും എന്ത്? നമ്മുടെ കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബി പാർട്ട് എന്താ? ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് അപ്പാരറ്റസ്. അപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് മാത്രമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, പ്ലേലിസ്റ്റിനകത്തുണ്ട്. അതല്ല, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ തന്നെ ഒരു ഡെറിവേഷൻ ഇപ്പം അടുത്ത് തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് എന്തായാലും പഠിക്കാം, 3 മാർക്കിനൊക്കെ ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം. വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരയ്ക്കുക. ഇങ്ങനെ 4 റെസിസ്റ്റേഴ്സ് ഇങ്ങനെ വരയ്ക്കുക. ഒരു ബ്രിഡ്ജിൻ്റെ ഷേപ്പ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് PQRS എന്ന് പേര് കൊടുക്കുക. ഇവിടെ ഇതിനെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു ഈ ഭാഗം. ഇവിടെ എന്താണ്? ഒരു ഗാൽവനോമീറ്ററിലേക്കും കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് കറണ്ട് പോകുന്നത് I1 ആണെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് I - I1 ആയിരിക്കും.
ഐ ആണ് കറണ്ട് വരുന്നത്. ഇനി ഇതിലൂടെ പോകുന്ന കറണ്ട് IG ആയിരിക്കും. അപ്പോൾ I1 കറണ്ട് ഇതിലൂടെ കുറച്ച് IG ആയിട്ട് പോയെങ്കിൽ ബാക്കി I1ൽ നിന്ന് IG പോയ കറണ്ട് ആയിരിക്കും ക്യൂയിലൂടെ പോവുക. ഇവിടെ കൂടെ എന്തായിരിക്കും, I-I1 ഇങ്ങോട്ടേക്ക് എത്തി, IG ഇങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ I-I1 പ്ലസ് IG, ദാറ്റ് ഈസ് ദ ടോട്ടൽ കറണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഡയഗ്രാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് resistors are sometimes joined together and there are simple rules for calculation of equivalent resistance of the combination. SI unit of resistance എന്താണ്? വളരെ സിമ്പിൾ അല്ലേ? ഓം. Derive an expression to find the equivalent resistance of 3 resistors R1 and R2 and R3 connected in parallel. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഡെറിവേഷൻ ഇല്ല, എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കാനില്ല. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കപ്പാസിറ്റേഴ്സിൻ്റെയാണ് ഡെറിവേഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം R is equal to R1 plus R2 plus R3 ആണ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ 1/RP is equal to 1/R1 plus 1/R2 plus 1/R3 ആണ്. അതായത് നമ്മൾ കപ്പാസിറ്റേഴ്സിൽ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്. കപ്പാസിറ്റേഴ്സിൽ നമ്മൾ സീരീസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, 1/CS is equal 1/C1 പ്ലസ് അല്ലേ. ഇവിടെ പാരലായിട്ട് ചെയ്യുമ്പോഴാണ് C1 പ്ലസ് C2 പ്ലസ് C3 കിട്ടുന്നത്. ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, അടുത്ത നോക്കുക. Find the equivalent resistance of the given combination of resistance between A and B. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറയുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ് ഈ സംഭവം. ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇങ്ങനെയുള്ളൊരു ഡയഗ്രാം തരികയാണെങ്കിൽ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ വീറ്റ്സ്റ്റൺ കണ്ടീഷനിൽ എന്താണ്, ഈ സെൻറ്ററിലൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്കങ്ങ് മെല്ലെ ഒഴിവാക്കാൻ പറ്റും. ഈ സംഭവം ഇല്ല ഇവിടെ. ഇനി നോക്കിക്കേ, ഇനി എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഇവിടെ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറണ്ട് വന്നു. ഈ കറണ്ട് I എന്ന് പറയുന്ന കറണ്ടാണെന്ന് വിചാരിക്കുക, I1 എന്ന് പറയുന്ന കറണ്ട്. അതേ കറണ്ട് തന്നെയല്ലേ ഇതിലൂടെയും പോവുക അല്ലേ. അതുപോലെ ഇതിലൂടെ പോകുന്നത് I2 കറണ്ട് ആണെങ്കിൽ അത് തന്നെയല്ലേ ഈ റെസിസ്റ്ററിലേയും കൂടെ പോവുക അല്ലേ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരേ കറണ്ടാണ് ഈ രണ്ട് റെസിസ്റ്റേഴ്സിലൂടെ പോകുന്നതെങ്കിൽ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും, ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇത് രണ്ടും സീരീസിലാണ്. അപ്പോൾ R പ്ലസ് R എന്ത് വന്നു, 2R അല്ലേ. ഇത് രണ്ടും കൂടെ സീരീസിൽ നമുക്ക് 2R എന്ന് കിട്ടി. അതുപോലെ ഇതും R ആണ്, സീരീസിലാണ്. ഈ രണ്ടും കൂടെ എന്താ കിട്ടിയത്, അതും നമുക്ക് 2R എന്ന് കിട്ടി. പക്ഷേ ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ 2Rഉം പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് 2R കിട്ടി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 2R കിട്ടി. ഈ 2Rഉം ഇങ്ങനെ പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക, കണ്ടോ? ഓക്കെ, അപ്പോൾ രണ്ട് ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐഡൻറ്റിക്കൽ. അപ്പോൾ ഇവിടെ 2R ഐഡൻറ്റിക്കൽ അല്ലേ, 2Rഉം 2R രണ്ട് ഐഡൻറ്റിക്കൽ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2R ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 റെസിസ്റ്റേഴ്സ്, 2R/2. അപ്പോൾ 2 കട്ടാക്കിയിട്ട് എന്താ വരുന്നത്, ഇങ്ങനെ ഒരു സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ആയിരിക്കും. അതായത് എന്താണോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ അത് തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. എല്ലാം ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ കേട്ടോ. ഇപ്പോൾ 2 ohm എന്നാണെങ്കിൽ ഫൈനൽ ആൻസർ 2 ആയിരിക്കും, 3 ആണെങ്കിൽ 3 ആയിരിക്കും ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സർക്യൂട്ട് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതെന്താണ്, അതൊരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആയിരിക്കും. അപ്പോൾ സെൻറ്ററിലൂടെയുള്ള, അതായത് ഇതിലൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത മറ്റൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് വരിക അല്ലേ. ഈ കറണ്ട് ഇങ്ങനെ പോകുന്ന കറണ്ട് തന്നെയാണ് ഇതിലൂടെയും പോകുന്നത്. അതുപോലെ ഇതിലൂടെ വേറെ കറണ്ടാണ് പോകുന്നത്, ആ കറണ്ടാണ് ഇതിലൂടെ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 1 ohമും 1 ohമും എന്തിലാണ് ഉള്ളത്, സീരീസിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 1 + 1 എന്താ, 2 ohm. ഓക്കെ, ഇതിൻ്റെ സ്ഥാനത്ത്, ഇത് രണ്ടിൻ്റെയും കൂടെ സ്ഥാനത്ത് എന്ത് കിട്ടി, 2 ohm കിട്ടി. ഇവിടെയും 2ഉം 2 എത്രയാണ്, 4 ohm ആണ് അല്ലേ. അപ്പോൾ അത് നമുക്കിങ്ങനെ കണക്ട് ചെയ്തു ഇങ്ങനെ. അപ്പോൾ ഈ സംഭവത്തിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിക്കേ, 2ഉം 4ഉം എന്താ ഉള്ളത്, പാരലായിട്ടല്ലേ ഉള്ളത്. 2ഉം 4ഉം പാരലായിട്ടാകുമ്പോൾ 1/RP is equal to 1/2 plus 1/4. 1/2 plus 1/4 എന്ന് പറയുന്നത് എത്രയാണ്, 3/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ 1/RP ആണ്. therefore RP is equal to എന്ത് കിട്ടുക, 4/3 എന്ന് കിട്ടിയോ അല്ലേ. അതായത് ഈ ഒരു ലൂപ്പിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 4/3 ohm എന്ന് കിട്ടിയോ, സംശയമുണ്ടോ?
1ഉം 1ഉം സീരീസിലായതുകൊണ്ട് 2 ഓം, 2ഉം 2ഉം സീരീസിലായതുകൊണ്ട് 4 ഓം. പക്ഷേ ആ 2 ഓമും 4 ഓമും പാരലാണ്. അതിൻ്റെ എഫക്റ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 4/3 എന്ന് കിട്ടി. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ അത് 4/3 കിട്ടിയോ? ഈ ലൂപ്പ് അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും? 4/3. ഈ ലൂപ്പ് അത് തന്നെയാണ് 4/3. അപ്പോൾ 3 4/3 ഇപ്പം എന്തായി? സീരീസ് ആയിട്ട് കണക്റ്റ് ആയി അല്ലേ? ഇത് ഇങ്ങനെയാണ് വരിക കണ്ടോ? 3 4/3 സീരീസ് ആയിട്ട് കണക്റ്റ് ആയി. ഇത് 4/3, ഇത് 4/3, ഇത് 4/3. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ്. അത് സീരീസ് ആയിട്ടാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ് വരിക? N×R അല്ലേ? അതായത് N×R എത്ര കിട്ടിയത്? 4/3 അല്ലേ? അപ്പോൾ N×4/3. N എത്രയാ? 3 സെറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലേ ഉള്ളത്? അപ്പോൾ 3×4/3. അപ്പോൾ 3യും 3യും കട്ടായി. ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത്? 4 ഓം. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? 4 ഓം ആണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, അതാണ് സംഭവം. യെസ്. അപ്പോൾ ഇനി 2023 സെയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മിസ് എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വിചാരിക്കേണ്ട. സെയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കണം. നിങ്ങൾ വിചാരിക്കരുത് കഴിഞ്ഞ വർഷം ചോദിച്ചോന്ന് ഈ വർഷം ചോദിക്കില്ലയോ, ബോർഡ് എക്സാമിന് ചോദിച്ചത് ചോദിക്കില്ലേ, മോഡൽ എക്സാമിന് ചോദിച്ചത് ചോദിക്കില്ല, അങ്ങനെയൊന്നുമില്ല. അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ ന്യൂമറിക്കൽസ് പോലും അതേ വാല്യൂ തന്നെ മാറ്റാണ്ട് പോലും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കിയാൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മിസ് പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ബോർഡ് എക്സാമിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം കിർച്ചോഫ് ലോയും വിൽസൺ പ്രിൻസിപ്പിളും തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി പഠിക്കുക. പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കുക, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, പിന്നെ ഓംസ് ലോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ഓംസ് ലോയുടെ ഗ്രാഫും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഓംസ് ലോയുടെ ഗ്രാഫ് വരുന്നത്? VI ഗ്രാഫാണ്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും തരുന്നത്? റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഐയും ഇവിടെ വിയും ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് തരുന്നത് കണ്ടക്റ്റൻസ് ആയിരിക്കും. അതായത് റെസിപ്രോക്കലിൻ്റെ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലായിരിക്കും അല്ലേ? ഇനി നേരെ തിരിച്ച് ഇവിടെ വിയും ഇവിടെ ഐയും ആണെങ്കിലാണ് സ്ലോപ്പ് എന്ത് തരിക? റെസിസ്റ്റൻസ് തരിക. അതപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ്, സ്ലോപ്പ് ഓഫ് IV ഗ്രാഫ് ഗീവ്സ് കണ്ടക്റ്റൻസ്. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് എന്ത് നോക്കാം? 4ാമത്തെ ചാപ്റ്റർ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ മൂവിങ് ചാർജസ് എന്ന് പറയുന്നത് റേ ഓപ്റ്റിക്സിന് ശേഷം നല്ലോണം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് മൂവിങ് ചാർജസ്. അതായത് അതിനകത്ത് ഒത്തിരി ഡെറിവേഷൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഒക്കെ മിസ് തന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ പറയാം. സർക്കുലർ ലൂപ്പിൻ്റെ ഡെറിവേഷൻ തീർച്ചയായിട്ടും പഠിക്കുക. അതിപ്പോൾ ബോർഡ് എക്സാമിനും ചോദിച്ചിരുന്നു. അതുകൊണ്ട് എന്നാലും വീണ്ടും പഠിക്കുക. പിന്നെ അതുപോലെ ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്, ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, പിന്നെ ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ, മൂവിങ് കോയിൽ ഗാലനോമീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം, അതിൻ്റെ സോളിനോയിഡിൻ്റെ ഡെറിവേഷൻ, പിന്നെ അതുപോലെ തന്നെ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നും. അപ്പം അത് നല്ലോണം ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. ഡെറിവേഷൻസ് ഒക്കെ ഇപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല, ഒന്ന് പഠിച്ച് വെച്ചേക്കുക. 1-2 സ്റ്റെപ്പിലെങ്കിലും പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. മിസ്സിന് ഇപ്പോൾ ഒത്തിരി പേര് ഒരു നോട്ട് അയച്ചു തരുന്നുണ്ട്, ഈ നോട്ട് പഠിച്ചാൽ മതിയോ എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഷോർട്ട് നോട്ട്സ് ആണ്, എന്നാലും പ്രശ്നമില്ല. നിങ്ങളിപ്പോൾ തൽക്കാലം പാസ്സാവാൻ വേണ്ടി എക്സാം എഴുതുന്നവരാണെങ്കിൽ ആ നോട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് അയച്ചെന്ന നോട്ടെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് നല്ല മാർക്സ്, ഫുൾ മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ് മിസ് അയച്ചു തരുന്നത്. ഇപ്പോൾ അത് പഠിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് പഠിച്ചാലും തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി എന്താണ് സേ 2020 അതായത് മൂവിങ് ചാർജസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അതുപോലെ ഇതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = Q×E ആണ്. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് Q×V×B ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി വിത്ത് വിച്ച് ദ ചാർജസ് മൂവിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിലോ QE + Q×V×B എന്നല്ലേ വരിക. ദിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ദിസ് ഈസ് കോൾഡ് ലോറൻസ് ഫോഴ്സ്. അതായത് ഒരു ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഒരുമിച്ച് വെക്കുക, അതിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റേറ്റ് ബയറ്റ്-സവേർട്സ് ലോ ആൻഡ് എക്സ്പ്രസ് ഇറ്റ് മാത്തമാറ്റിക്കലി. എന്താണ് ബയറ്റ്-സവേർട്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാർജ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്.
ഇവിടെ നിന്ന് നമ്മൾ ആ ഡിസ്റ്റൻസിലൊരു പോയിന്റ് എടുക്കുകയാണ് പി. ഇവിടെ നമ്മളൊരു ചെറിയൊരു എലമെൻറ്റ് എടുക്കുകയാണ് ഡി എൽ ലെങ്ത് ഉള്ളൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ എലമെൻറ്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ആംഗിൾ തീറ്റ, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആംഗിളാണ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എലമെൻറ്റ് ആൻഡ് ദ പോയിന്റ്. ഇതാണ് എന്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബി ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർ വാട്സവേർട്സ് ലോ. അടുത്തത്, using Ampere's circuital law, show that the intensity of magnetic field at an axial point near the center of a current carrying solenoid is B equals μ0 n times. പറഞ്ഞില്ലേ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഒരു സോളിനോയിഡ് എടുക്കുകയാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ടേൺസ് അല്ലേ, ഒരു കുറേ ടേൺസ് ഇങ്ങനെ ഹെലിക്കലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഈ സോളിനോയിഡിനെ നമ്മൾ ഇങ്ങനെയാണ് സോളിനോയിഡ് ഉള്ളത്, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പോർഷൻ എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ജസ്റ്റ് ഒരു സിലിണ്ടറിക്കലായിട്ടുള്ളൊരു സംഭവം നമ്മളെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ളൊരു പീസായിട്ടില്ല കിട്ടുക. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക. ഈ മുകളിലത്തെ ഭാഗത്തൂടെ കറണ്ട് പുറത്തേക്ക് വരുന്നു, താഴെ കൂടെ കറണ്ട് അകത്തേക്ക് പോകുന്നു. ഇങ്ങനെ പോവുക കറണ്ട്, കണ്ടോ, ഇങ്ങനെ കറണ്ട് പോകുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഈ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ആംപിയറിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് ആംപിയറിയൻ ലൂപ്പ്. ABCD എന്ന് പറയുന്നതാണ് ആംപിയറിയൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് B dot dl is equal to μ0 ഇൻറ്റു നെറ്റ് കറണ്ട് ആണ് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ A to B B dot dl പ്ലസ് ഇൻ്റഗ്രൽ B to C B dot dl പ്ലസ് ഇൻ്റഗ്രൽ C to D B dot dl പ്ലസ് ഇൻ്റഗ്രൽ D to A B dot dl. നമ്മളിങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്, ഈക്വൽസ് μ0 ഇൻറ്റു ഐ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ എഴുതാം കേട്ടോ, എ ബി, ഇത് സി, ഇത് ഡി, ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമുക്കിവിടെ ബി ഡി എൽ കോസ് തീറ്റ എന്നല്ലേ വരിക. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ആയതുകൊണ്ട് അതെന്ത് വരും, ദാറ്റ് ഈസ് ബി ഡി എൽ എന്ന് വരും, കാരണം കോസ് തീറ്റ 1 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിന് പകരം നമുക്ക് ഇൻ്റഗ്രൽ A to B ഇൻറ്റു ഡി എൽ എന്ന് കൊടുക്കാം. പ്ലസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മുടെ ബി സി എന്ന് പറയുന്നതും ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്താണ് 90 ഡിഗ്രിയിലാണുള്ളത്. അപ്പോൾ കോസ് 90യുടെ വാല്യൂ എന്താണ്, 0 വരും. ഈ സൈഡ് സി ഡി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ്, അത് 0 ആയിപ്പോവും. D2 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ആണ്, അതും എന്തായിപ്പോയി, 0 ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാം 0 ആയിപ്പോവും. ബാക്കി എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഈ ഒരു സൈഡിലുള്ളത് മാത്രമേ നമുക്ക്, അവിടെ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുള്ളൂ. അപ്പം ഇൻ്റഗ്രൽ A to B B D L ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ്, μ0 ഇൻറ്റു നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ μ0 ഇൻറ്റു n ഇൻറ്റു ഐ, ക്യാപിറ്റൽ n ആണ് കേട്ടോ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ബി പുറത്തേക്ക് എടുക്കുക, ഇൻ്റഗ്രൽ A to B D L എന്ന് പറഞ്ഞാൽ A to B DL എന്ന് പറഞ്ഞാൽ L ഇസ് ദ ലെങ്ത് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നതിനായിട്ട് നമുക്ക് എന്തെടുക്കാം, B ഇൻറ്റു എൽ ഈക്വൽസ് μ0 ഇൻറ്റു നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്മോൾ n ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ L. അപ്പോൾ അതിനകത്ത് നിന്ന് n ഇസ് ഈക്വൽ എന്താ കിട്ടുക, n ഇൻറ്റു എൽ എന്ന് കിട്ടിയോ. അപ്പോൾ μ0 ഇൻറ്റു ക്യാപിറ്റൽ എന്നിന് വരെ നമുക്ക് സ്മോൾ n ഇൻറ്റു എൽ എന്ന് കൊടുക്കാം, ഇൻറ്റു ആയി. എല്ലും കട്ടായി കഴിഞ്ഞാൽ ബാക്കി എന്ത് വന്നു, μ0 ni എന്ന് വന്നു. വാട്ട് ഈസ് സ്മോൾ n? സ്മോൾ n ഇസ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ n എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, with a circuit diagram explain how a moving coil galvanometer can be converted to an ammeter. എങ്ങനെയാണ് നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ammeter ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എടുക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എടുത്തിട്ട് നമ്മൾ ഗാൽവനോമീറ്റർ എങ്ങനെ ammeter ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നല്ലേ. അപ്പോൾ എങ്ങനെയാണ് ammeter ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോ റെസിസ്റ്റൻസ് എടുക്കുക, ഷണ്ട് റെസിസ്റ്റൻസ് എടുക്കുക, അതിനെ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക.
എന്നിട്ട് ഐ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇതിലുള്ള കറണ്ട് ഐ ജി എന്നും ഇതുവഴിയുള്ള കറണ്ട് ഐ മൈനസ് ഐ ജി എന്നും കൊടുക്കുക. ഓക്കെ, സോ എന്ത് സംഭവിച്ചു? ഇതെന്തായി? നൗ ദ ഗാൽവനോമീറ്റർ ഇസ് കൺവേർട്ടഡ് ടു എമ്മീറ്റർ. അപ്പോൾ ലോ റെസിസ്റ്റൻസ് ഷണ്ട് ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഗാൽവനോമീറ്റർ, ദാറ്റ് ഇസ് ഐ ജി ഇൻറ്റു ജി അല്ലേ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആയിരിക്കത്തില്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഗാൽവനോമീറ്റർ വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഷണ്ട് ആയിരിക്കും. therefore S is equal to എന്താ കിട്ടുക? ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഇതാണ് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, യെസ്, ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് നിന്നുള്ളത്. പിന്നെ അടുത്ത വരുന്നത് സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷനാണ്. അത് നിങ്ങൾ പഠിച്ച് ചെയ്തോണം. സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷനൊക്കെ മിസ്സിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് എന്തായാലും എൻ്റെ ഡെറിവേഷൻ വീണ്ടും പഠിക്കുക, ഇപ്പോൾ ബോർഡ് എക്സാമിന് ചോദിച്ചതാണെങ്കിലും. ഓക്കെ, ഇനി അടുത്തത് സേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബോർഡിനെ വെച്ച ക്വസ്റ്റ്യൻസും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അത് സാരില്ല. ഓക്കെ, ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ അമ്മീറ്റർ ഇസ്, ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആണ്, ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ചാർജ് Q moving with a velocity v in a direction parallel to the direction of a magnetic field of intensity B is. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ്. പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ തീറ്റ 0 ആയിരിക്കും, അപ്പോൾ ഫോഴ്സ് എന്താണ്? 0. പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി ആയിരിക്കും. ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ ചാർജ് പാർട്ടിക്കിൾ? ചാർജ് പാർട്ടിക്കിൾ എന്ത് സംഭവിക്കും? അതിങ്ങനെ സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യും. അതാണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കുലർ ലൂപ്പ്? എന്താണ്? ബി ഈസ് ഈക്വൽ ടു μ0 n എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ഐ ആണ് ബൈ 2a. μ0 I by 2a ആണ്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ n ഇൻറ്റു μ0 I by 2a ആണ് ഇക്വേഷൻ കേട്ടോ, റേഡിയസ് a ആണെങ്കിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കാം ഈ ഇക്വേഷൻ വെച്ചിട്ട്. നെക്സ്റ്റ്, ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ക്യാരിങ് എ സ്റ്റഡി കറണ്ട് I is placed in a uniform magnetic field. അതിൻ്റെ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ലൂപ്പ്. അതായത് ഒരു റെക്ടാങ്കുലർ ലൂപ്പ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. ഇതാണ് ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആ റെക്ടാങ്കുലർ ലൂപ്പ് ഇങ്ങനെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അപ്പർ പാർട്ടിൽ, അതായത് ഇവിടെ എന്ന് പറയുന്നത് ഈ ലൂപ്പ് ഇങ്ങനെയാണ് നമ്മൾ തൂക്കിയിടുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് ഈ സൈഡ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? സൈൻ തീറ്റ 0 അല്ലേ. തീറ്റ 0 ആകുമ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ILB സൈൻ തീറ്റയാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. തീറ്റ 0 ആകുമ്പോൾ ഫോഴ്സ് എന്താ വരിക? ഫോഴ്സ് 0. അപ്പോൾ ഇവിടെ ഈ PQ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തില്ല? ഫോഴ്സ് ഇല്ല. അതുപോലെ തന്നെയാണ് ഈ RS എന്ന് പറയുന്ന താഴത്തെ ഭാഗത്തും എന്തില്ല? ഫോഴ്സ് ഉണ്ടാവില്ല. ആകെ ഫോഴ്സ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും മാത്രമേ ഫോഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഇപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ലൂപ്പാണെന്ന് വിചാരിക്കുക. ഇവിടെയും ഫോഴ്സ് ഇല്ല, കാരണം മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലായതുകൊണ്ട്. പക്ഷേ ഈ സൈഡിലും ഫോഴ്സ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് പറയുന്നത്. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡ് അറിയാമെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഈ തമ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പം ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ? അപ്പം ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? ILB. കാരണം എന്താണ്? തീറ്റ 90 ഡിഗ്രിയാണ്, അപ്പോൾ ILB എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെയും കൂടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് B സൈൻ തീറ്റ എന്നാണ് കിട്ടുക ഫ്രം ദ ഡയഗ്രാം. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത് പഠിക്കുക. B സൈൻ തീറ്റ. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സൈഡ്സ്. ഈ രണ്ട് വശത്തെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ b എന്ന് പറയുന്നത്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് അപ്പോൾ റെക്ടാങ്കുലർ ലൂപ്പിൻ്റെ ലെങ്ത് ആണ് L, ബ്രെഡ്ത്ത് ആണ് B എന്ന് പറയുന്നത്. B സൈൻ തീറ്റയാണ് എന്ത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B സൈൻ തീറ്റ. അപ്പോൾ ടോർക്ക് എന്താ കിട്ടുക? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ദാറ്റ് ഈസ് IL ക്യാപിറ്റൽ B ഇൻറ്റു B സൈൻ തീറ്റ.
ഓക്കെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കോയിലാണ്, IAB sin θ എന്ന് കിട്ടും. കറണ്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, സോ ദാറ്റ് ഈസ് MB sin θ എന്ന് കിട്ടി. ടോർക്ക്, സോ ദാറ്റ് ഈസ് ടോർക്ക് ഇസ് ഈക്വൽ ടു M ക്രോസ് B ആണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഡെറിവേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി കണ്ടോ, ഇത്രയും സ്റ്റെപ്സ് അങ്ങ് പഠിച്ചാൽ മതി. ഇതിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെയാണ് B sin θ വരുന്നതെന്നൊന്നും ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇത്രയും മാത്രം പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാൽ 2023 സെയിലെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ചെയ്തത്. ഇതെന്തായാലും നിങ്ങൾ നോക്കുക. എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഡയാ പാര ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് നന്നായി പഠിക്കേണ്ടത്. EMIയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി AC-യും EM വേവ്സിൻ്റെയും ചെയ്ത് കഴിഞ്ഞു. AC-യും റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും ഈ 3 ചാപ്റ്റേഴ്സിൻ്റെതാണ് ഇനി ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. അതും കൂടെ എന്തായാലും ഇന്ന് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ആദ്യം പറഞ്ഞു, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. നോട്ട്സ് വേണ്ടവർ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് എനിക്കറിയില്ല. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ക്ലാസ്സസൊക്കെ തരുന്നതെന്നൊക്കെ അറിയാം. എന്നാലും നമ്മളും പഠിക്കുക അവസാന നിമിഷമാണല്ലോ. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കൂളിലെ ജൂനിയേഴ്സ്, നിങ്ങളുടെ കസിൻസിന് ഒക്കെ നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, ചാനൽ ഫോളോ ചെയ്യാൻ പറയുക. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത് യൂട്യൂബിൽ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മിസ്സിൻ്റെ നമ്പറിലേക്ക് ചോദിക്കുക, നോട്ട്സ് വേണ്ടവർ ചോദിക്കുക. ഇപ്പോൾ കുറേ പേര് അങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കിട്ടാത്തതൊക്കെ അയച്ച് തന്നിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ എന്ത് ഹെൽപ്പും മിസ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങളാകെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ബൈ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം അപ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ. കഴിഞ്ഞ ഇതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ചെയ്തതിൻ്റെ ലിങ്കും കൂടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അത് രണ്ടും പഠിച്ച് വെക്കുമ്പോഴേക്കും മിസ്സ് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഇനിയിപ്പം എന്താ മിസ്സിന് അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, 8:30 വരെ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും ഇനി വീഡിയോ ഇടുക. എന്തായാലും ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ വീഡിയോ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം ബൈ.